ഇന്ത്യൻ പാചകരീതിയിൽ രുചി കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു പഴമാണ് പുളി. കറികളിൽ രുചി കൂട്ടാനാണ് പുളി ഉപയോഗിക്കുന്നതെങ്കിലും ഇതിൻ്റെ പഴവും ഇതിനുള്ളിലെ കറുത്ത വിത്തുകളും ഇതിൻ്റെ ഇലകളും ധാരാളം ഔഷധ ഗുണങ്ങൾ നിറഞ്ഞവയാണ്. വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനായിട്ട് വാളൻപുളി സഹായിക്കും. ദഹനപ്രക്രിയ സുഗമമാക്കാനും കോൺസ്റ്റിപ്പേഷൻ പോലുള്ള അവസ്ഥകൾക്ക് പരിഹാരമായിട്ടും വാളൻപുളി ഉപയോഗിക്കാവുന്നതാണ്. വാതരോഗങ്ങളെ ശമിപ്പിക്കാനുള്ള ഒരു കഴിവ് പുളിക്കുണ്ട്. അതുപോലെ ഇതിൽ ധാരാളം ന്യൂട്രിയൻസ് മഗ്നീഷ്യം, പൊട്ടാസ്യം, അയൺ, കാൽസ്യം, വൈറ്റമിൻ B1, വൈറ്റമിൻ B2, വൈറ്റമിൻ B6 എന്നിവയെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അയൺ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് പുളി. ഇത് നമ്മുടെ ശരീരത്തിൽ RBC അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കളുടെ പ്രൊഡക്ഷനും ഗ്രോത്തിനും സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം പ്രഷർ നോർമലാക്കാനും ഹാർട്ട് റേറ്റ് നോർമലാക്കാനും സഹായിക്കുന്നു. ശരീരത്തിലെ അമിത കൊളസ്ട്രോൾ നീക്കം ചെയ്യാനും ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിച്ചു നിർത്താനും പുളി സഹായിക്കുന്ന ഒന്നാണ്. പുളി പോലെ തന്നെ പുളിയുടെ ഇലയും ധാരാളം ഔഷധ ഗുണങ്ങൾ നിറഞ്ഞതാണ്. വാതസംബന്ധമായ രോഗം മൂലമുണ്ടാകുന്ന ശരീരവേദനയ്ക്ക് പുളിയില ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് കുളിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ പുളിയില ഇട്ട് തിളപ്പിച്ച വെള്ളം നല്ലൊരു ദാഹശമനി കൂടിയാണ്. അമിത ദാഹം, ശരീരത്തിൽ ചൂട് അധികമുള്ളവർ എന്നിവർക്കെല്ലാം നല്ലൊരു ദാഹശമനിയായിട്ട് പുളിയില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാവുന്നതാണ്. പുളി ഇലയിൽ അടങ്ങിയിരിക്കുന്ന ടാനിൻ എന്ന ഘടകം തടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും പുളിയില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ ലിവറിൻ്റെ ആരോഗ്യത്തിനും ഹൃദയത്തിൻ്റെ സംരക്ഷണത്തിനും പുളിയില നല്ലതാണ്. പുളിയില പോലെ തന്നെ വാളൻപുളിയുടെ കുരുവും ധാരാളം ഔഷധ ഗുണങ്ങൾ നിറഞ്ഞതാണ്. പുളിയുടെ കുരു പൊട്ടിച്ച് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ പുളിങ്കുരു കഴിക്കുന്നത് മുടിയുടെ വളർച്ചയ്ക്കും നല്ലതാണ്. പല്ലിൽ കറയുള്ളവർ, പ്രത്യേകിച്ച് പുകവലിക്കുന്നവർ പുളിങ്കുരുവിൻ്റെ പൊടി ഉപയോഗിച്ച് പല്ല് തേക്കുന്നത് കറ മാറാനായിട്ട് സഹായിക്കും. ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ള പുളിവിത്തുകൾ ചർമ്മത്തെ അണുബാധകളിൽ നിന്നും സംരക്ഷിക്കാനും സഹായിക്കുന്നവയാണ്. ഇനി പുളിങ്കുരു എങ്ങനെ കഴിക്കാമെന്ന് നോക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് പുളിങ്കുരു ഇട്ട ശേഷം ഒരു 15-20 മിനിറ്റ് വരെ പുളിങ്കുരു നന്നായി വറുത്തെടുക്കുക. പുളിങ്കുരു ഒരു കറുത്ത നിറമാകുന്നത് വരെ അത് ചൂടാക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം അത് നമുക്ക് കഴിക്കാവുന്നതാണ്. ധാരാളം ഔഷധ ഗുണങ്ങൾ നിറഞ്ഞ ഒന്നാണ് പുളിയെങ്കിലും ആസ്പിരിൻ പോലുള്ള മെഡിസിൻസ് കഴിക്കുന്നവരും അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോഴുമെല്ലാം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് കഴിക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.